നമസ്കാരം. മലാപ്പറമ്പിൽ സെക്സ് റാക്കറ്റ് കേസിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ബന്ധമെന്ന സൂചന. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. കേസിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. അനാശാസ്യ കേന്ദ്രത്തിൽ വന്നു പോയവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന. ഇടപാടുകാരെ കുറിച്ച് പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചു. അതേസമയം കേസിലെ ഒന്നാം പ്രതി ബിന്ദുവിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇവിടെ വന്നു പോയവരെ കുറിച്ച് വിവരം കിട്ടിയത്. കോൾ ലിസ്റ്റിലുള്ളവർക്ക് അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മലാപ്പറമ്പ് യപ്പാടി റോഡിലെ ഫ്ളാറ്റിൽ സ്ത്രീകളെ എത്തിച്ച് അനാശാസ്യം നടത്തിയ യുവതിയടക്കം കഴിഞ്ഞ 6-ാം തീയതി പോലീസ് പിടികൂടിയിരുന്നു. വയനാട് ഇരുളം സ്വദേശിനി ബിന്ദുവും ഇടുക്കി കട്ടപ്പന സ്വദേശിനി അഭിരാമി, പുറ്റേക്കാട് കരുവൻതിരുത്തി ഉമേഷ് എന്നിവരാണ് നടക്കാവ് പോലീസിന്റെ പിടിയിലായത്. ബിന്ദു നേരത്തെയും അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സ്ത്രീകളെ അനാശാസ്യത്തിനായി എത്തിയിരിക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇവർ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. സ്ഥിരം ഇടപാടുകാരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു. പിന്നീട് ഈ ഇടപാടുകാരുമായി പരിചയമുള്ളവരെ ഗ്രൂപ്പിലേക്ക് ചേർത്ത് കൂടുതൽ ആളുകളെ ഫ്ളാറ്റിൽ എത്തിക്കുകയാണ് രീതിയെന്ന് പോലീസ് പറയുന്നു. വാടക ഫ്ളാറ്റിലേക്ക് ആളുകളുടെ വരവും പോക്കും ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ പരാതിയിലാണ് പെൺവാണിഭ സംഘം പിടിയിലാകുന്നത്. 1 മാസത്തോളം പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇടപാടുകാർക്ക് വാട്സാപ്പിലൂടെ ലൊക്കേഷൻ കൈമാറും. ഫ്ളാറ്റിലെത്തി ഇവിടെ സജ്ജീകരിച്ച കൗണ്ടറിലെത്തി പണം അടയ്ക്കണം. തുടർന്ന് ആളെ സെലക്ട് ചെയ്യണം എന്നതായിരുന്നു രീതി. സംഘത്തിലെ പെൺകുട്ടികൾക്കായി 3500 രൂപയാണ് ഒരു ഇടപാടുകാരനിൽ നിന്ന് വാങ്ങുന്നതെങ്കിലും 1000 രൂപയാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത്. ശരാശരി 25 ഇടപാടുകാർ ഒരു ദിവസം ഫ്ളാറ്റിൽ എത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ നഗരത്തിലെ പ്രധാന ആശുപത്രികളുടെ അടുത്താണ് സംഘം ഫ്ളാറ്റുകൾ എടുത്തിരുന്നത്. രോഗികളുടെ കൂടെ എത്തുന്നവരായിരുന്നു പ്രധാനമായും ഇവരുടെ ഇടപാടുകാരെന്ന് പോലീസ് പറയുന്നു. സംഘത്തിന് കൂടുതൽ കേന്ദ്രങ്ങളുണ്ടോ എന്നതടക്കം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. പെൺവാണിഭ കേന്ദ്ര നടത്തിപ്പുകാരി ദിവസേന 1.5 ലക്ഷത്തിലേറെ രൂപ ഉണ്ടാക്കിയിരുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. 2 വർഷം മുൻപ് ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തതായി കൃത്യമായി 1.25 ലക്ഷം രൂപ ഓൺലൈനിൽ നൽകിയിരുന്നു. 2 വർഷം മുൻപാണ് യപ്പാടി റോഡിലെ ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തത്. സംഘത്തിന് മറ്റ് കേന്ദ്രങ്ങളുണ്ടോ എന്നറിയാൻ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സ്ത്രീകളെ ലൈംഗിക തൊഴിലിനായി എത്തിച്ചിരുന്നത്. 2 വർഷം മുൻപാണ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതെങ്കിലും 50 ദിവസം മുൻപാണ് സ്ത്രീകളെ എത്തിച്ചു തുടങ്ങിയത്. അയൽക്കാരുടെ പരാതിയെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഫ്ളാറ്റ് കഴിഞ്ഞ ദിവസമാണ് പോലീസ് റെയ്ഡ് ചെയ്തത്. റിസപ്ഷനിലെത്തിയ പോലീസ് കൗണ്ടറിലിരുന്ന 3 പേരെ ചോദ്യം ചെയ്തെങ്കിലും വ്യക്തമായ വിവരം ലഭിച്ചില്ല. പിന്നീട് SI N ലീലയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഫ്ളാറ്റിൽ കയറി മുറി തുറക്കുകയായിരുന്നു. ഇതിനിടെ ഒരാൾ ഓടിപ്പോയി. മുറിയിൽ നിന്ന് 16,200 രൂപ പോലീസ് കണ്ടെടുത്തു. 2 വർഷം മുൻപാണ് സംഘം ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തതെന്നും കൃത്യമായി വാടക നൽകിയിരുന്നതായും ഫ്ളാറ്റ് ഉടമ പറഞ്ഞു. റാക്കറ്റ് നടത്തിപ്പിൽ ലഹരി മാഫിയും ഇതിൽ പങ്കാളികളാണെന്നാണ് സൂചന. നടത്തിപ്പുകാരെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്.